കേരളത്തിൻ്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ ഇനി ഒരു നിമിഷം പോലും നിങ്ങൾക്കതിൽ തുടരാൻ കഴിയാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി പറയുന്നത്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹം വലിയ വായിൽ വന്നുകൊണ്ട് നമ്മോടിങ്ങനെ സംസാരിക്കും. അദ്ദേഹം ഇന്ന് ഈ വലിയൊരു നാടകം ഇന്നലെ അദ്ദേഹം നടത്തി. കാരണം ഈ കുറ്റാരോപിതനായിട്ടുള്ള DGPയെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു തമാശ പ്രകടനം നടത്തുകയുണ്ടായി. അദ്ദേഹത്തെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം പറയാണ്, ഇതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തും എന്നുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കൾ ആരോടാണ്, കേരളത്തിൽ ആരോടാണ് ഈ കാര്യം പറയുന്നത് എന്നുള്ളതാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ് എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങളെ കയ്യിലല്ല ഇന്ന് കേരളത്തിൻ്റെ ആഭ്യന്തരം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് നാഗ്പൂരിൽ നിന്നുള്ള സംഘ് പരിവാറിൻ്റെ RSS ആണ് നിയന്ത്രിക്കുന്നത്. അത് ചങ്കൂറ്റത്തോടെ ഈ പറഞ്ഞ സുജിത് ദാസ് ഈ മലപ്പുറം SP ആയിരിക്കുമ്പോൾ അത് ചങ്കൂറ്റത്തോടെ പറയാൻ SP ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ കേരളത്തിൽ മുമ്പോട്ട് വന്ന ഏക പാർട്ടി, അന്ന് ധൈര്യത്തോടുകൂടി മുന്നോട്ട് വന്ന പാർട്ടി വെൽഫെയർ പാർട്ടിയാണ്. അതിവിടെ മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിക്കേണ്ടായി. നമുക്കറിയാം, താമിർ ജിഫ്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്ന ധാരാളം കഥകൾ, കെട്ടുകഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. കെട്ടുകഥകൾ മുമ്പിലിരിക്കെ തന്നെ ആ ഒരു സമയത്ത് വളരെ വ്യക്തമായിട്ട് വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞു, നിങ്ങൾ സംഘ് പരിവാറിന് കുഴലൊഴുതിക്കൊണ്ട് ഈ മലപ്പുറം ജില്ലയെ ഒരു ക്രിമിനൽ ജില്ലയായി, ഇന്ത്യ രാജ്യത്ത് കൂടുതൽ കേസെടുക്കുന്ന ഒരു ജില്ലയായി കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ശ്രമമുണ്ടല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അത് നിങ്ങൾ തിരിച്ചറിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് വെൽഫെയർ പാർട്ടി ശക്തമായ പ്രതിഷേധവുമായി അന്ന് ഇവിടെ നിൽക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മോട് സംസാരിക്കും. അന്നൊക്കെ നമ്മൾ പറയുന്നു, നമുക്കറിയാം കേരളത്തിൽ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെ കയ്യിലല്ല ഈ ആഭ്യന്തരം നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആഭ്യന്തര വകുപ്പ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഈ നാണം കെട്ട് ഇറങ്ങിപ്പോവേണ്ട ഒരവസ്ഥയേക്കാൾ നല്ലത് ഭരണകക്ഷി MLA-യായ PV അൻവറിന്റെ വെളിപ്പെടുത്തലോടെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ തൽസ്ഥാനത്ത് തുടരാനുള്ള ധാർമ്മികാവകാശം നഷ്ടമായെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറം പ്രസ്താവിച്ചു. RSS കേരള പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തെ ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിലുടനീളം നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി മങ്കടയിൽ വെച്ച് നടന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PV അൻവറിന്റെ വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയിലും എത്തി നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് അനർഹനാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. MLA-യുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല അന്വേഷണം ഉടനടി നടക്കണം. ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണ സംഘം അതിന് പര്യാപ്തമല്ല. അന്വേഷണ സംഘത്തിൽ IG, DIG, SP റാങ്കിലുള്ളവരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ADGPക്കെതിരെ അതിന് താഴെയുള്ള റാങ്കുകാരെ വെച്ച് അന്വേഷണം നടത്തുന്നത് കേരള ജനതയെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. നിയമസഭാംഗത്തിന്റെ വെളിപ്പെടുത്തലിന്റെ വസ്തുത പരിശോധിക്കുവാൻ കഴിയുന്ന അന്വേഷണ സംവിധാനത്തെ ഇതിനായി നിയോഗിക്കണം. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥന്മാർ ഒരു കാരണവശാലും ഇത്തരം ഒരു അന്വേഷണ സംഘത്തിൽ ഉണ്ടാകാൻ പാടില്ല. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളും അന്വേഷണ വിധേയമാക്കണം. മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് KP അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മണ്ഡലം സെക്രട്ടറി സലാം CH സ്വാഗതവും വൈസ് പ്രസിഡന്റ് MK ജമാലുദ്ദീൻ നന്ദിയും പറഞ്ഞു. പ്രതിഷേധ പരിപാടിക്ക് അഷ്റഫ് കുറുവ, ഡാനിഷ് മങ്കട, സൈതാലി വലമ്പൂർ, മുസ്തഖിം കടന്നമണ്ണ, നൌഷാദ് അരിപ്ര, ഹബീബ് BP, സാജിദ ഷഫീഖ്,
ഹംന CHO എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.